രാധ, എന്തിനാ രാധ കരയുന്നേ? എന്ത് പറ്റി രാധ? ചേച്ചി, പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയൂ. ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി. മകളുടെ പച്ച മാംസം കൊതിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക്. അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ്. എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക് എന്നോട്. രജിസ്റ്റർ വായിക്കുന്നത് പല പ്രേമകഥകളുമായിരിക്കും അല്ലേ? നീ എന്താ പന്തം കണ്ട പരിചയ പോലെ നോക്കുന്നത്? ഇങ്ങോട്ട് വാടി. ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. അയാൾ എന്റെ പിന്നാലെ കുറെ ദൂരം ഓടിക്കാണും. ഭാഗ്യത്തിന് വണ്ടി കിട്ടി. തിരുവനന്തപുരത്ത് ആരുണ്ടോ? വേണുവേട്ടൻ. അമ്മാവിന്റെ മകനാ. എന്റെ വേണുവേട്ടൻ മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ. വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം? അഡ്രസ് അറിയാമോ? വേണുവേട്ടന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല. എന്ത് ജോലിയാ? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഏതായാലും രാധ സമാധാനം കിടന്നുറങ്ങും. നേരം നൽകട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഇല്ല തന്നെ. വരൂ ആന്റി, ഇതാ ഞങ്ങളുടെ വീട്. വരൂ രാധ. ബാങ്കിൽ പോകുന്ന സമയമായി. ഞാനൊന്ന് കുളിച്ചിരിക്കട്ടെ. വരൂ ആന്റി. ആന്റിയുടെ കയ്യിൽ നിന്ന് വിടുമോളെ. ആന്റി വരൂ. രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളൂ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ. ടവല് സോപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്. രാധയ്ക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം. എന്താ രാധ? ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. വരൂ മോളെ, നോക്ക് കുളിക്കണ്ടേ? ഞാൻ ആന്റിയുടെ കൂടെ കുളിച്ചോളാം. ഇതിൽക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. ഇനി രാധയുടെ പാടായിരിക്കും. ഒരിടത്തും അവൾ വിടില്ല. ഞാൻ പോയി സാരി എടുത്തോണ്ട് വരട്ടെ. വാ ആന്റി, കുളിക്കാം. എന്താ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും? ഇല്ല, ബാങ്കിൽ ഒരുപാട് ജോലിയുണ്ട് മോളെ. മോളെ, ഈ ഡാഡിക്ക് ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ എന്ത് പാടാ. ഞാനൊന്ന് വേഗം വലുതായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഉമ്മ കൊടുക്കാമായിരുന്നു. അല്ലേ മമ്മി? ബാങ്കിലേക്ക് പോകുന്ന വഴി വേണുവിനെ ഒന്ന് അന്വേഷിക്കാം. രാധ ധൈര്യമായിട്ടിരിക്കും. ഞാൻ പോട്ടെ. വരൂ രാധ, കാപ്പിടിക്കാം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ വേണുവിനെ അറിയാവോ? ഇല്ല. എവിടെ അന്വേഷിച്ച വിവരം അറിയാം? അവരുടെ അസോസിയേഷനിൽ പോയി അന്വേഷിച്ച അവരോട് വിവരം അറിയാം. താങ്ക് യു. വേണു മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പോയിരിക്കുകയാണ്. പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാം. ഫ്രം അഡ്രസ് എനിക്കറിയില്ല. വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. എന്ന് വരുമെന്നറിയാമോ? കൃത്യമായി പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നീട് ഒന്ന് കണ്ടോളാം.
ശരി. എന്തായി? വേണുവിന്റെ വല്ല വിവരവും കിട്ടിയോ? ഇല്ല. അയ്യോ, രാധ ഇപ്പോഴേ നെർവസാണ്. ഇതുകൂടി കേൾക്കുമ്പോൾ. വേണു മദ്രാസിൽ കോൺഫറൻസിന് പോയിരിക്കുകയാണെന്നാണ് അവർ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത്. രാധേ, രാധേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. എഴുന്നേൽക്കൂ. നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം. രവിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. വേണുവേട്ടനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഞാനൊരു അനാഥയാണ് ചേച്ചി. അങ്ങനെ വിചാരിക്കരുത്. നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. എന്റെ കല്യാണം കഴിയുന്നതുവരെ എനിക്കാരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ആരും. ഈശ്വരൻ നിന്നെ കൈവിടില്ല. നീ വിഷമിക്കാതിരിക്കൂ. ഇയാൾ കൊല ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇല്ല ഇല്ല, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് പച്ച കള്ളമാണ് മനെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞും വഴിയാധാരമാവും. എന്നെ ശിക്ഷിക്കരുത്, എന്നെ ശിക്ഷിക്കരുത്. ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരു എന്നെ ശിക്ഷിക്കരുത്. ഞാനൊരു കൊലയാളിയല്ല. എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞിനും വഴിയാധാരമാവും. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് കള്ളമാണ്. എന്നാ മോനെ ചായന്റെ ഉള്ള മോനെ, അനക്ക് എന്ത് പറ്റി? ഒന്നുമില്ലമ്മ. എന്നാ ഇത് കൂടി. എനിക്ക് വേണ്ടമ്മ. അനക്ക് സുഖില്ലേ? പടച്ചോനെ, എന്റെ മോന് എന്ത് പറ്റി? ഉമ്മാനോട് പറ മോനെ. ഉമ്മ, ഞാനിന്നൊരു കാഴ്ച കണ്ടു. എന്താ മോനെ? വണ്ടിക്ക് തലവെച്ച് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെ കോടതിയിൽ നിന്ന് കള്ളസാക്ഷി പറഞ്ഞ് കൊലയാളിയാക്കി മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞുമായിരുന്നത്. പടച്ചോനെ, ഇന്നത്തെ കൊണ്ടെല്ലാം കഴിഞ്ഞമ്മ. കള്ളസാക്ഷി പറയാൻ ഞാനിനി പോവില്ല. ജോലി ചെയ്ത് ഞാൻ ജീവിക്കും. ഇന്നു മുതൽ അബ്ദു ഒരു പുതിയ മനുഷ്യനാണ്. മോനെ, എന്ത് ജോലിയായാലും അധ്വാനിച്ച് തിന്നുന്ന ചോറിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. എന്നാ മോനെ ചായ കണ്ടുപിടി. ഹലോ, അതെ, മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ? ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ മാറ്റി വെക്കാത്തുണ്ട്, ഇട്ട് കുടിക്കാമല്ലേ? സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ? ആ, വെച്ചേ.